വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാട് വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ട മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കുടുംബശ്രീയുടെ പദ്ധതികളെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് പരിശീലനം നൽകി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാതല മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെയും എറണാകുളം പ്രസ് ക്ലബിന്റെയും സഹകരണത്തോടെയായിരുന്നു മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചത്. കുടുംബശ്രീയുടെ പദ്ധതി പ്രവർത്തനങ്ങളെക്കുറിച്ച് ജില്ലകളിലെ മാധ്യമങ്ങളെ ബോധവൽക്കരണമാരാക്കുക, ഓരോ പദ്ധതിയും എങ്ങനെ നടപ്പിലാക്കുന്നു എന്നതിനെക്കുറിച്ച് അവബോധം നൽകുക, കുടുംബശ്രീ ജില്ലാ മിഷനും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുക എന്നിവയാണ് ശില്പശാലയിലൂടെ ലക്ഷ്യമിട്ടത്. സമൃദ്ധി കൊച്ചി ഇൻക്യുബേഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ ജില്ലാ മിഷൻ കോർഡിനേറ്റർ TM റജീന അധ്യക്ഷയായിരുന്നു. ജില്ലാ പബ്ലിക് ഓഫീസർ NB ബിജു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് R ഗോപകുമാർ, ജോയിന്റ് സെക്രട്ടറി ഷബ്ന സിയാദ് എന്നിവർ മുഖ്യാതിഥികളായി പരിപാടിയെ അഭിസംബോധന ചെയ്തു. നമുക്കറിയാം, കേവലം ഒരു പ്രസന്റേഷനിലൂടെയോ അല്ലെങ്കിൽ ആ ഒരു സെഷനിലൂടെ മാത്രം നമുക്ക് ഇത് പ്രസന്റ് ചെയ്യാവുന്ന ഒരു കാര്യമല്ല കുടുംബശ്രീ ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ മാധ്യമ ശില്പശാലയിൽ ഒരു PPT ഉണ്ടെങ്കിൽ കൂടിയും നമ്മുടെ എറണാകുളം ജില്ലയിൽ അത് കുറച്ച് വ്യത്യസ്തമാക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ PPT എന്ന ഒരു മെറ്റീരിയലിസ്റ്റിക് എക്സ്പ്ലനേഷന് പകരം നമ്മൾ ഇവിടെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ കൊണ്ടുവരുന്നത് കുടുംബശ്രീയിലൂടെ വളർന്ന്, കുടുംബശ്രീയിലൂടെ ഉയർന്ന്, കുടുംബശ്രീയിലൂടെ നിലവിൽ പറന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷനിലെ അംഗങ്ങളായ എറണാകുളം ജില്ലയിലെ 2 കുടുംബശ്രീ പ്രവർത്തകരെയാണ്. നമ്മുടെ NROയിലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വീണ മഹേശൻ, ജിബി, രണ്ടുപേരും ഇന്ന് നിങ്ങളോട് എന്താണ് കുടുംബശ്രീ, ഞങ്ങൾ PPTയിലും സ്ലൈഡ്സിലൂടെയും കുടുംബശ്രീയുടെ സ്കീംസ് ഒക്കെ പറഞ്ഞു തന്നാൽ തന്നെയും അവർ അവരുടെ ജീവിതത്തിലൂടെ കുടുംബശ്രീ എന്നതൊരു സംഘടനാ സംവിധാനം, അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റം, അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന പ്രോസ്പെറിറ്റി, അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന പോസിറ്റിവിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു മീഡിയ വർക്ക്ഷോപ്പ് വിഭാവനം ചെയ്തിട്ടുള്ളത്. പ്രസ് ക്ലബ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നും പ്രസ് ക്ലബ് പ്രസിഡന്റുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ബിജു സാറിന്റെ ഭാഗത്ത് നിന്നും വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലാണ്. അങ്ങനെ 25 വയസ്സിന് മുന്നിൽ തന്നെ കല്യാണം കഴിച്ച് കുടുംബിനിയായി മാറുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അടുക്കളയുടെ 4 ജോലികളും കൂടി വന്ന ഒരു വീടിന്റെ ഉന്മുഖവും മാത്രമായിരുന്നു അവരുടെ ഒരു സ്ത്രീ എന്ന് പറയുന്നത്. ആ സ്വന്തമായ ഒരു മുറി പോലും അന്യമായിരുന്ന ആ സ്ത്രീകളിൽ നിന്ന് മാറി അവർ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും വരികയും അതിൽ സമർത്ഥമായും വ്യക്തമായും ഇടപെടുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ 27 വർഷക്കാലത്തെ സാമൂഹിക ഇടപെടലിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു പഠനം നടന്നിട്ടില്ല എന്നുള്ളത് ദുഃഖകരമായ വസ്തുതയാണ്. ഈ കൃത്യമായ ഇടപെടലുകൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ അവരുടെ സ്വന്തമായ ഒരു അപ്ലിഫ്റ്റിംഗ് മാത്രമല്ല, അവർ മറ്റൊരു അവരുടെ കുറയ്ക്കുന്ന തലമുറയുണ്ട്, പെൺകുട്ടികളുടെ കഴിഞ്ഞ 10-15 വർഷ കാലയളവിൽ പെൺകുട്ടികൾ വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും തൊഴിലിടത്തിലാണെങ്കിലും സാമൂഹ്യ പ്രവർത്തനത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും കടന്നു വരുന്നു എന്നുള്ളത്. കൊച്ചി ഈസ്റ്റ് CDS ചെയർപേഴ്സൺ മേരി മിനി, കൊച്ചി സൗത്ത് CDS ചെയർപേഴ്സൺ ലതാ ബാബു എന്നിവർ ആശംസകൾ അറിയിച്ചു. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ അമ്പിളി തങ്കപ്പൻ, MD സന്തോഷ്, KC അനുമോൾ, ജില്ലാ പ്രോഗ്രാം മാനേജർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം.